ഹായ് ഗായ്സ്, യൂട്യൂബ് മീഡിയയുടെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഗൾഫ് ഷാർജ സെയ്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രശസ്ത മോഹൻലാലിൻ്റെ അമ്മയായ ശാന്തകുമാരി മരണപ്പെട്ട വിവരം ഞാനും അറിഞ്ഞിരുന്നു. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ അമ്മ എന്ന നിലയിൽ ഒരു നടനെ ജനിപ്പിച്ച മകൻ അമ്മ എന്ന നിലയിൽ ആ വിട പറയുന്ന സന്ദർഭത്തെക്കുറിച്ച് ലാലേട്ടൻ്റെ പല കാര്യങ്ങളും ട്രോളുകളായിട്ടും ഒക്കെ വരുന്നെങ്കിലും അതൊട്ടും പാടില്ല എന്നാണ്. ഋഷഭ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ റിവ്യൂ പറയാൻ പറ്റിയില്ല, സിനിമ കണ്ടില്ല. പക്ഷേ എല്ലാം നിമിത്തം പല നല്ല റിവ്യൂസും ഉണ്ട്, മോശം റിവ്യൂസും ഉണ്ട്. നമ്മൾ നിഷ്പക്ഷമായി റിവ്യൂ പറയുന്നവരാണ്. കണ്ടില്ലേ, കലണ്ടർ UAE കലണ്ടറാണ്. അപ്പോൾ UAEയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പരിമിതികൾ നമുക്കുള്ളത് കൊണ്ട് വിശദകരമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലാലേട്ടൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കലാകാരൻ, ഷോർട്ട് ഫിലിം ആക്ടർ എന്ന നിലയിൽ ആ ഒരു ആദരാഞ്ജലികൾ ഞാനും അർപ്പിക്കേണ്ടത് എൻ്റെയും കർമ്മമാണ്. പക്ഷെ നടൻ ശ്രീനിവാസൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ പാട് തന്നെയാണ് ശാന്തകുമാരി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ അമ്മയും മരണപ്പെട്ടിരിക്കുന്നത്. കലാകാരന്മാരുടെ എല്ലാ സംഘടനകളിലും എല്ലാവരും വ്യക്തിത്വമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ വേർപിരിഞ്ഞും മണ്ണായും പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ 2026, അതായത് ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു സന്ദർഭങ്ങളിലേക്കാണ് പോകുന്നത്. ന്യൂ ഇയർ എന്ന് പറയുന്നത് പുതുവർഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസവും ഒരു പുതിയ വർഷമായിട്ടില്ല. കാരണം ഞാനൊന്നും നേടിയിട്ടുമില്ല ഇതുവരെ. നഷ്ടങ്ങളാണ്. ഈ 2025 സംഭവിച്ചത് ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എന്നതാണ്. പക്ഷേ ഇപ്പോൾ 2026 ഞാൻ UAEയിലാണ് എന്നത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ. പണികൾ കിട്ടിയിരുന്നു, പക്ഷേ റെസ്റ്റോറൻറ്റ് പണികളൊക്കെ വളരെ ഹേർട്ടിംഗ് ആയ രീതിയിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ, ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത പണിയാണ്. അപ്പോൾ അത് നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ വർക്കർക്ക് ഒട്ടും ദഹിക്കുന്ന പണിയല്ലത്. നമുക്കൊക്കെ ഒരു ആംബിഷൻസ് ഉണ്ട്, ഒരു ഫ്രീഡം. ആ ഒരു ഫ്രീഡം നിലനിർത്താതെ നമുക്ക് ജോലി എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ പുതിയ വർഷത്തിലേക്ക്, 2026 ഈ പുതിയ വർഷത്തിലേക്ക് ആ 3ാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ജോലി സ്ഥലങ്ങൾക്ക് ഫ്രീഡമില്ല, അവർക്ക് ഒരു സന്തോഷകരമായി ഹാപ്പിയായി ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റില്ല. അതാണ് പ്രവാസ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ ഒരു ജയിലിലടച്ച ബിംബങ്ങൾ വേണം. അങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല, ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല. മുതലാളിമാരുടെ അയിത്തം അവർ ആ തൊഴിലാളികളുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുക എന്ന് തന്നെയാണ്. ഞാനിവിടെ ഇതുവരെ വന്ന് നല്ലൊരു ജോലി ഒന്നും കിട്ടിയില്ല. ഞാനിനിയും ആഗ്രഹിക്കുന്നത് ഡ്രീംസൊക്കെ സെലിബ്രിറ്റി രീതിയിൽ തന്നെയാണ്. പക്ഷേ അതിലേക്കൊന്നും എത്തിപ്പെടാൻ ഈ 2026 കൂടുതലൊന്നും എനിക്ക് സാധിച്ചില്ല. ഞാനൊരു ബെനിഫിറ്റ്സും ഉണ്ടാക്കിയില്ല. യൂട്യൂബിൽ നിന്നെങ്കിലും ഒന്ന് റണ്ണറപ്പ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ റണ്ണറപ്പ് ആകാൻ നിങ്ങളും ഉണ്ടാകണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ആരുമില്ലാത്തവർക്ക് പ്രേക്ഷകരെങ്കിലും കൂടി ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം
ഈ 2026-ലെങ്കിലും എനിക്ക് എന്നെ സ്നേഹിക്കുന്നവർക്കുമുള്ള സന്തോഷമുണ്ടാക്കാൻ എനിക്ക് സാധിക്കണം. കുടുംബക്കാർ എപ്പോഴും നമ്മളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അവർക്കൊരിക്കലും നിങ്ങളെ സ്നേഹത്തോടെ ചിന്തിക്കാനൊന്നും ആരും നമ്മളെ ഹ്യൂമനായിട്ട് കരുതുന്നില്ല. ഒരു ഹ്യൂമാനിറ്റിയില്ല. നമ്മളൊക്കെ മോട്ടിവേഷൻ ചെയ്യാൻ അറിയാമെങ്കിലും അതുപോലെ ജീവിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ചിന്തിച്ച് അറിയാവുന്നവർ അതുപോലെ തന്നെ പ്രതികരിക്കുമ്പോൾ